ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിലൊക്കെ എപ്പോഴും ബാക്കി വരുമല്ലോ കുറച്ച് ചോറൊക്കെ ആയിട്ട്, അത് ഉപയോഗിച്ച് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി, പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എങ്ങനെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഞാനിപ്പോൾ ആ ഈസ്റ്റ് എടുക്കാത്തത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഈസ്റ്റ് നല്ലതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ചോറാണ്. ഇത് സാധാരണ നമ്മളുടെ ജയ അരി എന്ന് പറയുന്ന അരിയുടെ ചോറാണ്. ഇതിന് പകരം പൊന്നി അരി, ബസ്മതി റൈസ്, പിന്നെ സുലേഖ എന്ന് പറഞ്ഞ അരിയൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ ചുമന്ന കളറുള്ള കുത്തിരി, ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്, ഞാൻ താമസിക്കുന്ന അബുദാബിയിലാണ്, അപ്പോൾ മുട്ടയൊക്കെ ചീത്തയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കൊച്ചു പാത്രത്തിൽ ആദ്യമേ പൊട്ടിച്ചൊഴിച്ച ശേഷമേ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ചേർക്കുന്നുള്ളൂ. കാരണം ഇത് ചീത്തയാണെങ്കിൽ ഈ മുട്ട മാത്രം കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ മുട്ടയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റും കൂടി ഫെർമെൻറ്റ് ചെയ്തത് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിക്കുക, പക്ഷെ ഒരുപാട് അങ്ങ് വെള്ളത്തിൽ അരച്ചെടുക്കരുത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്താണ് അരച്ചത്. പിന്നെ ഇത് നമ്മളുടെ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെയൊക്കെ ആ ഒരു പരുവമാണ് വേണ്ടത്, അല്ലാതെ ഒരുപാട് അങ്ങ് ലൂസായി പോരുത്. ഇനി മാവ് പുളിക്കാനായിട്ട് അടച്ചു വെക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ മതി. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പുളിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എടുക്കാവുന്നതാണ്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളകോ കുരുമുളക് പൊടിയോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക്, പക്ഷെ വറ്റൽമുളകാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ആദ്യമേ കുറച്ച് കറിവേപ്പില നുള്ളിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ഭാഗം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാബേജ് അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, അതും ഓരോ 2 ടേബിൾ സ്പൂണോളം അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 2 കളറ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾക്ക് കുറച്ച് ചോറൊക്കെ നമ്മുടെ കയ്യിൽ മിച്ചമുള്ളൂ, അതൊക്കെ ഒന്നും കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറില്ല, അല്ലെങ്കിൽ ചോറ് വെറുതെ വേസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കുക, കറികളൊന്നുമില്ലെങ്കിലും സ്നാക്കായിട്ട് കഴിക്കാനും നല്ലതാണ്. ഇനി ഞാൻ ചെയ്തത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലതുപോലെ ആ പാൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വെജിറ്റബിൾസിൻ്റെയും അതുമാതിരി അരച്ച ചോറിൻ്റെയും മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരു യൂണിഫോം തിക്നെസ്സിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അത്യാവശ്യം കനത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. തീ ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അടച്ചു വെച്ചാണ് നമ്മൾ വേവിക്കണം. ഹോളുള്ള മൂടിപ്പാത്രമൊക്കെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് കറുത്ത എള്ളുണ്ടല്ലോ അത് വെതറി കൊടുക്കുകയാണ്. ഇത് കഴിക്കുമ്പോഴും ഇടയ്ക്കൊരു ക്രഞ്ചിനെസ് കിട്ടും, പിന്നെ കാണാനും ഒരു ഭംഗിയാവുമല്ലോ എന്ന് ഓർത്ത് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഈ കാണിക്കുന്ന മാതിരി ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ തേച്ച് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് തിരിച്ച് മറ്റേ വശവും കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് തന്നെ ഇട്ട്. രണ്ടാമത്തെ സൈഡും കൂടി വേവിക്കാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് ചട്ടുകം വെച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും, തിക്നെസ് ഉള്ളതുകൊണ്ട്. ഫ്ലിപ്പ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും സെറാമിക്സിൻ്റെ പ്ലേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ചൂട് തട്ടും. സ്റ്റീലിൻ്റെയൊക്കെ എടുക്കുവാണെങ്കിൽ. നമ്മളുടെ അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്തോന്ന്. അപ്പോൾ സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നത്, അതിൻ്റെ അർത്ഥത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടെന്നാണ്.
അപ്പോൾ ദാ ഇത് ഞാൻ കട്ട് ചെയ്യാണ് ചൂടോടുകൂടി തന്നെ. ഇത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ നല്ല മധുരമുള്ള കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. പിന്നെ നമുക്കിത് പിള്ളേരെ കുറച്ച് ചീസൊക്കെ മുകളിലിട്ട് കൊടുത്താൽ പിസ്സയെന്ന് പറഞ്ഞാൽ പറ്റിക്കുക. അതിൻ്റെ ഒരു കളറും തിക്നെസ്സും ഒക്കെ ഉണ്ടല്ലോ ഇതിന്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ചോറൊക്കെ മിച്ചം വരും. ഒരു കപ്പ് ചോറൊക്കെ ആയിട്ട് മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും പിറ്റേ ദിവസം എടുക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ മടിയായിരിക്കും. അപ്പോൾ അതൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുത്ത തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വൈകുന്നേരം ചായക്കൊക്കെ ഉപകാരപ്പെടും. പിന്നെ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് നല്ല ഫില്ലിംഗ് ആണ്, ഹെൽത്തിയും ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തൊരു പീസ്. ഇത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഫുഡൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. പിന്നെ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്